ദീൻ എന്ന് പറയുമ്പോൾ അള്ളയും റസൂലും പഠിപ്പിച്ചതാണ്. അത് നമുക്ക് സ്വന്തമായിട്ടൊരു ചോയ്സ് ഇല്ല. ഒരു ചോയ്സ് ഇല്ല. ദീനിൽ നമുക്ക് ചോയ്സ് ഇല്ല. നമുക്ക് എന്തിലേ ചോയ്സ് ഉള്ളൂ? മുസ്ലിം ആകണോ ആകണ്ടേ എന്നതിലേ നമുക്ക് ചോയ്സ് ഉള്ളൂ. മുസ്ലിം ആയാൽ പിന്നെ നമുക്ക് എന്തില്ല, പിന്നെ നമുക്ക് ചോയ്സ് ഇല്ല. പിന്നെ അള്ളയും റസൂലും എന്ത് പറഞ്ഞോ അതാണ് നമ്മുടെ ദീന്. അള്ളയും റസൂലും കൽപ്പിച്ചതിന് ലംഘിച്ചുകൊണ്ട് ഒരു വിശ്വാസിക്ക് ഒരു തീരുമാനം എടുക്കാൻ ഒരു ചോയ്സ് ഇസ്ലാമിലില്ല. അതുകൊണ്ട് അള്ളാഹിൻ്റെ റസൂൽ എങ്ങനെയാണോ പഠിപ്പിച്ചത് അത് അറിയുക, അത് പഠിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഒരു നിയമലംഘനം നടത്തിയിട്ട് കോടതിയിൽ പോയിട്ട്, ഇന്ത്യൻ കോടതിയിൽ പോയിട്ട് എനിക്ക് നിയമം അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തല്ല, ഇഗ്നറൻസ് ഓഫ് ദ ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്നാണ്. നിയമം അറിയില്ല എന്നത് എന്തല്ല, ഒരു എക്സ്ക്യൂസ് അല്ല. ഇത് ആധുനിക കോടതിയിൽ പോലും അത് എക്സ്ക്യൂസ് അല്ല. അപ്പോൾ നാളെ പടച്ചോൻ്റെ അടുത്ത് എങ്ങനെ പിന്നെ അത് എക്സ്ക്യൂസ് ആകുക? എനിക്ക് അറിയില്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം 2 കണ്ണ് നൽകി, 2 കാത് നൽകി, ചിന്തിക്കാനുള്ള തലച്ചോറ് നൽകി, ഇതൊക്കെ നൽകിയ അള്ളാഹു, ആ അള്ളാഹിനോട് എങ്ങനെയാണ് ഇതൊന്നും നമുക്ക് അറിയില്ല എന്ന് സഹോദരങ്ങളെ, ഇതൊന്നും ഞാൻ മനസ്സിലാക്കില്ല എന്ന് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അള്ളാഹിൻ്റെ റസൂൽ എന്തൊക്കെ പഠിപ്പിച്ചോ, എന്താണ് ദീന് എന്നുള്ളത് കൃത്യമായിട്ട് അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്.